മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറി ജി സുധാകരൻ. വളർന്നത് പിണറായിയുടെ തണലിലല്ലെന്ന് ജി സുധാകരൻ. താൻ വളർന്നത് പിണറായി വിജയന്റെ തണലിലാണെന്ന വാദത്തെ എതിർത്ത് മുൻ മന്ത്രി ജി സുധാകരൻ 63 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു. 15-ാം വയസ്സിലാണ് പാർട്ടിയിൽ അംഗത്വം എടുത്തത്. 1967-ൽ പിണറായി വിജയനെ തിരുവിതാംകൂറിൽ ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം അന്ന് തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിന്ന നേതാവായിരുന്നുവെന്നും ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പ്രചാരണ പരിപാടിയിൽ സുധാകരൻ പറഞ്ഞു. തന്റെ അനുജനും രക്തസാക്ഷിയുമായ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി 10 പൈസ പോലും നൽകിയില്ല. വീട്ടിലെ ആഞ്ഞിലി മരം വെട്ടിവിറ്റ പണം കൊണ്ടാണ് ആ കേസ് നടത്തിയത്. ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു തകരാറുമില്ല. തമിഴ്നാട്ടിൽ DMK നേതൃത്വത്തിൽ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഐക്യമാണ്. അങ്ങനെയാണ് 15 MLA-മാരെയും 4 MP-മാരെയും കിട്ടിയത്. കേരളത്തിൽ മാത്രമാണ് UDF LDF മത്സരമുള്ളത്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു MP-യെ മാത്രമാണ് വിജയിപ്പിക്കാനായത്. 2004-ൽ 64 MP-മാരുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 6 MP-മാരായി ചുരുങ്ങിയത്. ഇതിൽ വലിയ പങ്ക് പിണറായിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കരിങ്കൊടി കാണിച്ചാൽ ICU യൂണിറ്റിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായെന്ന വീണ ജോർജിനെ പരിഹസിച്ച് ഐഷ പോറ്റി. സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്ന നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയതായി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി. CPM തന്നെ മനസ്സിലാക്കിയില്ലെന്നും പാർട്ടിക്ക് വളർച്ച ഉണ്ടായപ്പോൾ ഐഷ പോറ്റി ആവശ്യമില്ലെന്നും ഐഷ പോറ്റി കൂട്ടിച്ചേർത്തു. കരിങ്കൊടി കാണിച്ചാൽ ICU യൂണിറ്റിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായെന്ന മന്ത്രി വീണ ജോർജിനെയും ഐഷ പരിഹസിച്ചു. CPM തന്നെക്കൊണ്ട് VRS എടുപ്പിച്ചെന്നും പാർട്ടി വിട്ട മറ്റുള്ളവരെ CPM വിമർശിക്കുന്നില്ലെന്നും ഐഷ പോറ്റി പറഞ്ഞു. നന്മ വേണം. സൈബറിടത്തിൽ തന്നെ ആക്രമിച്ചാണ് CPM-ന്റെ ഇലക്ഷൻ വർക്ക് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി അധിക്ഷേപം നടക്കുന്നു. പോലീസിൽ പരാതി നൽകി. മന്ത്രി പരാതി നൽകിയപ്പോൾ അപ്പോൾ തന്നെ നടപടി ഉണ്ടായെന്നും ഐഷ പോറ്റി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം CPM സംസ്ഥാന സെക്രട്ടറിക്ക് കരുതി വച്ചിരിക്കുന്നത് എന്താ? MV ഗോവിന്ദന് മുന്നിലെ സാധ്യതകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്ന നേതാക്കളുടെ മുന്നിലെ സാധ്യതകൾ വിശകലനം ചെയ്യുന്ന ചർച്ചകൾ സജീവമാവുകയാണ്. MV ഗോവിന്ദനെ വിലയിരുത്തണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറയേണ്ടി വരും. കോടിയേരിയുടെ അകാല വിയോഗത്തെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയും ഈ താരതമ്യമാണ്. ഇടതുമുന്നണിക്ക് മികച്ച വിജയം നേടാനായാൽ അത് MV ഗോവിന്ദന്റെ കൂടി ജയമായി മാറും. കണ്ണൂരിലെ ഉൾപാർട്ടി സമവാക്യങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും കരുത്തനായി തന്നെ നിലനിൽക്കാനാകും. സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടികൾ കൂടുതൽ പിടിമുറുക്കാനും സർക്കാർ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനും അടക്കം കഴിയും. വരുന്ന സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാകും. ജയിച്ചു വന്നാൽ ഭാര്യ PK ശ്യാമളയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിന്റെ മുഖ്യ ഉത്തരവാദിത്വം പിണറായി വിജയനാണെങ്കിലും മുഖ്യ പഴി കേൾക്കേണ്ടി വരിക MV ഗോവിന്ദനാകും. പിണറായി വിജയനെ നേരിട്ട് കുറ്റപ്പെടുത്താൻ പ്രയാസമുള്ള നേതാക്കളടക്കം സർവ്വ പഴിയും ചുമത്തുക MV ഗോവിന്ദന് മേലാണ്. ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് മുതൽ കണ്ണൂരിൽ നിന്നും പ്രധാന നേതാക്കൾ പാർട്ടി വിടാനുണ്ടായ സാഹചര്യം വരെ MV ഗോവിന്ദൻ എന്ന ഒറ്റ നേതാവിന്റെ പിഴവായി വ്യാഖ്യാനിക്കപ്പെടും. പരമാവധി പോയാൽ അടുത്ത സംസ്ഥാന സമ്മേളനം വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനം നിലനിർത്താനായേക്കും. ചിലപ്പോൾ അതിനു മുൻപ് തന്നെ ഒഴിയേണ്ടിയും വരാം. ഏതായാലും തീ പാറുന്ന നിയമം മുതൽ മുഖ്യമന്ത്രിയുടെ ധർമ്മടം വരെ കേരളം ഉറ്റുനോക്കുന്ന 5 VIP മണ്ഡലങ്ങളും ചർച്ചയാവുകയാണ്. നിയമവും പാലക്കാടും പേരാവൂരും അമ്പലപ്പുഴയും മഞ്ചേശ്വരവും കഴക്കൂട്ടവും കാട്ടാക്കടയും ഒക്കെ എങ്ങോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്.